മോർണിംഗ്. ഈ ഡിവോഷനിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, ഇന്ന് നിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലും രോഗിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സൗഖ്യം ഈ ദിവസം ഇന്ന് രാവിലെ തന്നെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. സ്തോത്രം. താങ്ക് യു. I worship you, Almighty God. There is none like you. I worship you, O Prince of Peace. That is what I want to do. I give you praise, for you are my righteousness. I worship you, Almighty God. There is none like you. I worship you, Almighty God. There is none like you. I worship you, O Prince of Peace. That is what I want to do. I give you praise, for you are my righteousness. I worship you, Almighty God. There is none like you. There is none like you. No one else can touch my heart like you do. And I could search for all eternity long and find there is none like you. Once more we sing, there is none like you, Lord. There is none like you. No one else can touch my heart like you do. And I could search for all eternity long and find there is none like you. Your mercy flows. Your mercy flows like a river so wide. Healing comes from your hand. Suffering children are safe in your hands. There is none like you. There is none like you. No one else can touch my heart like you do. I could search for all eternity long and find there is none like you. I could search for all eternity long and find there is none like you. Yes, Heavenly Father, we thank you. There is none like you, Lord. കർത്താവെ, അങ്ങേപ്പോലൊരു ദൈവമില്ല കർത്താവെ. ഞങ്ങളുടെ ഏറ്റവും അടുത്തിരിക്കുന്ന, ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന, ഞങ്ങളെ വിടുവിക്കുന്ന, ഞങ്ങളെ സൗഖ്യമാക്കുന്ന, ഞങ്ങൾക്ക് ശക്തി ജീവൻ തരുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് വചനം സംസാരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. ആമേൻ.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ മോർണിംഗ് പ്രയറിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം ചെയ്ത കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർമ്മിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കുവിൻ. കർത്താവെ, അങ്ങയുടെ വചനം ജീവനും ചൈതന്യവും ഇരുവായ്ത്തലയുള്ളേത് വാളിനേക്കാളും മൂർച്ചയേറിയത്. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വഴി ഒരുക്കുവാൻ വിളിക്കപ്പെട്ടവരായ നാം ഏവരും കാലത്തിൻ്റെ സമയത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് തക്കത്തിന് ഈ സമയം ഉപയോഗിക്കുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം, സുപരിചിതമായ വചനം, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ കുടുംബവുമായുള്ള ബന്ധത്തിൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയേണ്ടതിന് പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ഭാര്യയും ഭർത്താവുമായുള്ള ബന്ധത്തിൽ സ്നേഹത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ആത്മാവിൽ ദൈവദാസൻ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് ഏറ്റവും അധികം പിശാച് തൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കുടുംബത്തിലാണ്. അവിടെ സ്നേഹബന്ധത്തിൽ, പരസ്പരമുള്ള സ്നേഹത്തിൽ പരാജയപ്പെട്ടാൽ അത് പരാജയം സംഭവിച്ചിരിക്കും. അത് യുദ്ധത്തിന് ശക്തനായൊരു യോദ്ധാവ് തൻ്റെ യുദ്ധത്തിനുള്ള എല്ലാ സർവായുധ വർഗവും ധരിച്ചു നിൽക്കുന്ന ഒരു ചിത്രം എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം മുതൽ അപ്പോസ്തലൻ പൗലോസ് ഓർമ്മിപ്പിക്കുമ്പോൾ അതിന് തൊട്ട് മുൻപ് പിശാചിൻ്റെ തന്ത്രങ്ങൾ അതിശക്തമായി പ്രയോഗിക്കപ്പെടുന്ന 3 വിഭാഗത്തെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ വിഭാഗം അത് കുടുംബം തന്നെ. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ സ്നേഹത്തിൽ പരാജയപ്പെട്ടാൽ പിശാച് അവിടെ വിജയിച്ചു. ശ്രദ്ധയോടെ ഈ സമയത്തായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു യോദ്ധാവിനെ പോലെ ശ്രദ്ധയോടെ കുടുംബ ബന്ധത്തിൽ അതെ ഭിന്നതകൾ വരുത്തുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ ഏകാഗ്രതയോടെ യൂണിറ്റിയിൽ മുമ്പോട്ട് പോയി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം നിലനിൽക്കുന്ന സ്ഥലത്ത് പിശാചിൻ്റെ തന്ത്രങ്ങൾ ഫലിക്കുകയില്ല. അങ്ങനെയെങ്കിൽ സഭയിലെ ഓരോ കുടുംബത്തെയും പിശാച് അതിശക്തമായി കുടുംബ ബന്ധങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായി പ്രവർത്തിക്കുവാൻ സർവായുധ വർഗം ധരിച്ചൊരുങ്ങുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അത് സ്നേഹത്തിൽ ഭാര്യ ഭർത്തൃബന്ധം സ്നേഹത്തിൽ മുമ്പോട്ട് പോകാൻ, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുവാൻ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുവാനും പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുമ്പോൾ ശ്രദ്ധയോടെ അതിലായിരിക്കുവാൻ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ അതെ വിശ്വാസി പിതാവ് മക്കൾ ശ്രദ്ധയോടെ പിശാചിൻ്റെ തന്ത്രങ്ങൾ അവിടെ ഫലിക്കാതിരിക്കുവാൻ തക്കവണ്ണം സമയം തക്കത്തിന് ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നമ്മളെ ഓർമ്മിപ്പിക്കും. തീർച്ചയായും അതെ മക്കൾ പറയുന്ന കാര്യങ്ങൾ അമ്മയപ്പന്മാർക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല, മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അമ്മയപ്പന്മാരെ മക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിൽ പിശാച് തൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശത്രു യുദ്ധ കളത്തിൽ ശത്രുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതെ ഭവനത്തിലാണെങ്കിലും മാതാപിതാക്കളുമായുള്ള ബന്ധത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ ഭിന്നത, ഭാരം, പ്രയാസമുണ്ടാകുമ്പോൾ യഥാർത്ഥ ശത്രുവിനെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അദൃശ്യനായ ശത്രുവിനെതിരെയുള്ള യുദ്ധത്തിൽ അതെ കുടുംബത്തിൽ ഭിന്നത വന്നാൽ
പരാജയപ്പെട്ടു. അവിടെ ശത്രു വിജയമെടുത്തു. തീർച്ചയായും നമുക്ക് അതിശക്തമായി ദൈവസന്നിധിയിൽ ഈ സമയം തക്കത്തിന് ഉപയോഗിക്കാം. വിശ്വാസത്തിൽ വന്ന കുടുംബങ്ങൾ മാതൃകയുള്ളവരായി ദൈവസന്നിധിയിലായിരുന്നാൽ, അത് ഇന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ മാത്രം. അതെ, ഒരു വിശ്വാസി യോദ്ധാവിനെ പോലെ സർവായുധ വർഗം ധരിച്ച് തയ്യാറായാൽ പിശാചിൻ്റെ തന്ത്രങ്ങൾ നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഫ്ലാറ്റിൽ, നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഏരിയയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുവാൻ ഇടയാകും. അതിനായി സമയം തക്കത്തിന് ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ, യുദ്ധത്തിൽ പട്ടാളക്കാരൻ ശത്രുവിൻ്റെ ഒരു നീക്കമോ ശബ്ദമോ ഒന്നും അവഗണിക്കാതെ എല്ലാം ശ്രദ്ധയോടെ ആയിരിക്കുന്നത് പോലെ നമുക്കും പരിശുദ്ധാത്മാവിൽ നമ്മളോടൊപ്പമുള്ള കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഒടുവിൽ കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാനുള്ള സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആ ബലം കൊണ്ട് കുഞ്ഞുങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകും. കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടേണ്ട മൂന്നാമത്തെ ഭാഗം 6-ാം അധ്യായം എഫേസ്യ ലേഖനം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ. അനുസരണത്തെക്കുറിച്ച് പറയുന്നു. തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ബിസിനസ് നടത്തുന്നവർ, അതോടൊപ്പം ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മൾ, അതെ, ആ ശുശ്രൂഷ മേഖലകളിൽ ഭിന്നതയുടെയും പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം മറ്റുവിധ പിശാചിൻ്റെ തന്ത്രങ്ങൾ പ്രബലപ്പെട്ടു വരുമ്പോൾ ശ്രദ്ധയോടെ, അതെ, ആ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൽ ദൈവദാസൻ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, അത് ജോലി സ്ഥലത്ത് ജോലിയോട് അനുബന്ധിച്ചുള്ള അല്ലെങ്കിൽ സഹപ്രവർത്തകരോടനുബന്ധിച്ച് പ്രശ്നങ്ങൾ ഉയരുമ്പോൾ, ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നവരുമായുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉയരുമ്പോൾ, സഭയിൽ പ്രശ്നങ്ങൾ ഉയരുമ്പോൾ ചിന്തിക്കേണ്ടത് സർവായുധ വർഗം ധരിച്ച് ശ്രദ്ധയോടെ ഒരു യോദ്ധാവിനെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് മുന്നേറുവാൻ തയ്യാറായാൽ പിശാച് വിജയിക്കുകയില്ല. ഒടുവിൽ കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കുടുംബത്തിൽ, സ്നേഹബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ അനുസരണം, ബഹുമാനം, തൊഴിൽ മേഖലയിൽ അവിടെയും അനുസരിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക. ഈ മേഖലകളിൽ പരാജയപ്പെട്ടാൽ തീർച്ചയായും പിശാച് വിജയിക്കും. ഒരു യോദ്ധാവിനെ പോലെ സർവായുധ വർഗം ധരിച്ച് ഈ സമയം, വളരെ ക്രൂഷ്യലായൊരു സമയത്ത് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്ത ഈ സമയം പരിശുദ്ധാത്മാവിൽ സർവായുധ വർഗം ധരിച്ചവരായി യുദ്ധം വിജയിച്ചേ മതിയാകുകയുള്ളൂ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. 11-ാം വാക്യത്തിൽ, അത് സർവായുധ വർഗം ധരിച്ച ഒരു പട്ടാളക്കാരൻ, റോമൻ പട്ടാളക്കാരൻ റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ റോമൻ പട്ടാളക്കാരുടെ യൂണിഫോം വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ച പൗലോസ് ഓർമ്മിപ്പിക്കുക. അതിൽ ഓരോ യൂണിഫോമിൻ്റെ ഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. സർവായുധ വർഗം ശ്രദ്ധയോടെ പട്ടാളക്കാരൻ എപ്രകാരം ധരിക്കുമോ അപ്രകാരം
വിശ്വാസിയായി, ശുശ്രൂഷകനായി, കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ശ്രദ്ധയോടെ ആയിരിക്കാൻ തയ്യാറായാൽ പിശാച് വിജയിക്കുകയില്ല. പിശാചിൻ്റെ തന്ത്രങ്ങൾ വിജയിക്കുകയില്ല. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. സമയം തക്കത്തിന് ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ദൈവദാസൻ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ സർവായുധവർഗം ധരിച്ചവരായി വിജയിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ദൈവ കൃപയിൽ ആശ്രയിച്ച് മുന്നേറാം. നമുക്ക് ചുറ്റും ജനങ്ങൾ പരിഭ്രാന്തിയിലായിരിക്കുമ്പോൾ, ഭയത്തിലായിരിക്കുമ്പോൾ, നിരാശയിലായിരിക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ, എവിടേക്ക് നോക്കണമെന്നറിയാതെ അവർ ഭാരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചവനായ ഒരു പടയാളി, വിശ്വാസി ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ തയ്യാറായാൽ പിശാചിൻ്റെ തന്ത്രങ്ങൾ ഫലിക്കുകയില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. 12-ാം വാക്യത്തിൽ തീർച്ചയായും പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് ശ്രദ്ധയോടെ ആയിരിക്കുവാൻ, ഒരു നിമിഷം പോലും പാഴാക്കാതെ നമുക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്ന ഒരു ശത്രു ലോകം നമുക്കുള്ളപ്പോൾ, ഒരു നിമിഷം പോലും പാഴാക്കാതെ നമുക്കെതിരായി തന്ത്രങ്ങൾ മെനയുന്ന പിശാചിൻ്റെ സാമ്രാജ്യമുള്ളപ്പോൾ ധൈര്യത്തോടെ കർത്താവിൻ്റെ ഒരു പടയാളിയായി ഉറച്ചു നിന്നാൽ വിജയിക്കുവാൻ സാധിക്കുമെന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതി എഫേസ്യ ലേഖനത്തിലൂടെ എഫേസ്യ സഭയെ ഓർമ്മിപ്പിക്കുമ്പോൾ, ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്കായി വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന നമ്മളെ ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക. ഒരു നിമിഷം പോലും പാഴാക്കാതെ പരിശുദ്ധാത്മാവ് നമുക്ക് വാർണിങ്സ് നൽകുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ദൈവദാസന്മാരിലൂടെ, ദൈവസഭയിലൂടെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്നതായ വാർണിങ്സ്, ലഭിക്കുന്നതായ ഉപദേശങ്ങൾ ശ്രദ്ധയോടെ ഏറ്റെടുക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനുമുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന വ്യക്തികളെ കർത്താവ് ശ്രദ്ധയോടെ നോക്കുന്നു. അതെ, യേശുവുള്ള ഒരു കുടുംബം സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ തയ്യാറായാൽ, സ്നേഹത്തിൽ മുന്നേറുവാൻ തയ്യാറായില്ലെങ്കിൽ പിശാച് വിജയിക്കും. മാതാപിതാക്കളും മക്കളും സമയം തക്കത്തിന് ഉപയോഗിക്കുവാൻ തയ്യാറായിക്കൊണ്ട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ, തൊഴിൽ സ്ഥലത്ത് തൊഴിലുടമയോ തൊഴിൽ ചെയ്യുന്നവരോ ശുശ്രൂഷ മേഖലകളിൽ ഭിന്നത സഭയിൽ ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ, ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് 12-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. സഭയിൽ പിശാചിൻ്റെ തന്ത്രങ്ങൾ, കുടുംബത്തിൽ പിശാചിൻ്റെ തന്ത്രങ്ങൾ, കുഞ്ഞുങ്ങളിൽ പിശാചിൻ്റെ തന്ത്രങ്ങൾ ഫലിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന നിമിഷം ഒരു വിശ്വാസി, ഒരു പടയാളിയെപ്പോലെ ഓർമ്മിക്കേണ്ട കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് 11-ാം വാക്യം മുതൽ വ്യക്തമായി എഴുതി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സമയം തക്കത്തിൽ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഏറ്റവും ശ്രദ്ധയോടെ ആയിരിക്കേണ്ടിയ കാര്യം, പിശാചിൻ്റെ തന്ത്രങ്ങൾ ഭവനത്തിലോ കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിലോ ജോലി സ്ഥലത്തോ സഭയിലോ ആരംഭിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടെ ആയിരിക്കേണ്ട കാര്യം ഇത്: എതിരാളി സാഹചര്യങ്ങളിൽ പ്രസൻ്റ് അല്ലാത്ത, നമുക്ക് കാണാൻ സാധിക്കാത്തതായ ഒരു എതിരാളിയോടാണ് നമുക്ക് യുദ്ധമുള്ളത്. പലപ്പോഴും അത് മനസ്സിലാക്കാതെ നമുക്കെതിരായി നിൽക്കുന്ന വ്യക്തികളെ എതിരാളികളായി കാണുമ്പോൾ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അതെ, കുടുംബത്തിൽ, സഭയിൽ
ബിസിനസ്സിൽ, കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഉയരുമ്പോൾ അതിന് കാരണക്കാരനായി തന്ത്രങ്ങൾ മെനയുന്ന പിശാചിനോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് നമുക്ക് സർവായുധ വർഗം ആവശ്യമാണ് എന്ന് അനുഭവത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും എതിർത്ത് നിൽക്കുവാൻ സർവായുധ വർഗം നമുക്ക് ധരിക്കാം. കുടുംബത്തിൽ, സഭയിൽ, ശുശ്രൂഷയിൽ, കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിൽ, ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയം പിശാചിൻ്റെ തന്ത്രമാണിത് എന്ന് ഗ്രഹിച്ച് സർവായുധ വർഗം ധരിച്ച് ഒരു പട്ടാളക്കാരൻ്റെ ശ്രദ്ധയോടെ അതിനെ എതിർത്ത് നിൽക്കുവാൻ ശ്രമിച്ചാൽ കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു. ജയമോ യഹോവയ്ക്കുള്ളത്. വിജയം നൽകുന്ന കർത്താവ് നമുക്ക് തീർച്ചയായും ഈ അന്ത്യകാല ശുശ്രൂഷയുടെ ഈ സമയത്ത് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം, ജയകരമായ ഒരു കുടുംബ ജീവിതം, ജയകരമായ ബിസിനസ് ബന്ധങ്ങൾ, അതിൽ വിജയിക്കുവാൻ സാധിക്കുന്നത് അതെ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി തീരുവാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് മാർഗമെന്ന് ചിന്തിച്ച് ആത്മഹത്യയിലേക്കും മറ്റ് പല പാപപ്രവർത്തികളിലേക്കും തിരിയുന്ന ജനത്തിന് സർവായുധ വർഗം ധരിച്ച് ശ്രദ്ധയോടെ നമ്മുടെ പോരാട്ടം ആരോട് എന്ന് ഗ്രഹിച്ച് സർവായുധ വർഗം ധരിച്ച് അതിനെ എതിർത്ത് നിൽക്കുവാൻ തയ്യാറാകുന്ന ഒരു പടയാളി, അത് വിശ്വാസിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യം. സത്യം അരക്കി കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി, എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പി. അതെ, ഒരു യോദ്ധാവെന്ന നിലയിൽ യുദ്ധം ചെയ്യുവാൻ പോലും സാധിക്കാത്തവണ്ണം ഭയം നമ്മുടെ ഉള്ളിൽ ഇടുന്ന പിശാചിൻ്റെ ഒന്നാമത്തെ തന്ത്രത്തെ തന്നെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയിക്കാം. ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരുപക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന സംഭവങ്ങളിലൂടെയാകാം, ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്ന വാർത്തകളിലൂടെയാകാം. ഈ സമയമെല്ലാം ശ്രദ്ധയോടെ നമുക്കായിരിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും വിജയം നേടുവാൻ തക്കവണ്ണം കൃപയും ശക്തിയും നൽകുന്ന ഒരു യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സത്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. പലപ്പോഴും സത്യത്തിൻ്റെ കാര്യത്തിൽ പല വ്യാജങ്ങളും നമ്മൾ വിശ്വസിക്കുന്നു. വാർത്തകൾ കേൾപ്പിക്കുന്ന പിശാചിൻ്റെ വാർത്തകൾ സത്യമല്ല, അത് വ്യാജമാണ്. നമുക്ക് വിശ്വസിക്കാം ദൈവത്തിൻ്റെ ജീവനുള്ള വചനം. അതെ, ആ സത്യം നമുക്ക് അരയ്ക്ക് കെട്ടാം. ആ വചനത്തിന് തന്നിൽ തന്നെ ശക്തിയുണ്ട്, സുവിശേഷത്തിന് തന്നിൽ തന്നെ ശക്തിയുണ്ട്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും പരാജയപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഭയം, ആ ഭയത്തെ നമുക്ക് എതിർക്കാം. അത് ഭയം കേൾവിയിലൂടെ വരുത്തുവാൻ പിശാച് ഇപ്പോൾ ശ്രമിക്കുന്നു. നമുക്ക് ചുറ്റുപാടുമുള്ള വാർത്തകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നതിൽ നിന്ന് ഭയം ഉത്ഭവിക്കുവാൻ സാധ്യതയുണ്ട്. തീർച്ചയായും വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നുവെന്ന് റോമാലേഖനം 10-17 പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഭയവും കേൾവി, അതെ, വ്യാജം കേൾക്കുന്നതിനാലും പിശാചിൻ്റെ കള്ളം കേൾക്കുന്നതിനാലും നമ്മുടെ ഉള്ളിൽ ഭയം വരുന്നുവെങ്കിൽ അതിനെ ജയിക്കുവാൻ, ഭയപ്പെടുത്തുന്ന കേൾവിയെ വിജയിക്കുവാൻ തക്കവണ്ണമായി അതിന് തക്കതായ ഒരു ദൈവവചനം കേൾക്കുന്നതിലൂടെ, വിശ്വസിക്കുന്നതിലൂടെ പിശാചിൻ്റെ ആ തന്ത്രത്തെ എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമായ കർത്താവാകുന്നു. തീയിൽ കൂടി കടന്നാൽ നീ വെന്തു പോകുകയില്ല, പെരുവെള്ളത്തിന് നിന്നെ മുക്കാൻ സാധിക്കുകയില്ല. കാണുന്ന ഭയത്തെ, കാണുന്നതിലൂടെ ഭയപ്പെടുന്നതിനെ
തിരമാലകളെ കണ്ട് ഭയപ്പെട്ട ശിഷ്യന്മാർക്ക് കടലിന് മുകളിൽ നടന്നു വരുന്ന യേശുവിനെ കണ്ട് ധൈര്യപ്പെടാൻ സാധിച്ചതുപോലെ സർവശക്തനായ ദൈവം നമ്മളോടൊപ്പമുണ്ട്. യുദ്ധം ജയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ധൈര്യത്തോടെ പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി എതിർത്ത് നിൽക്കുവാനുള്ള കൃപ കർത്താവ് നമുക്ക് പകർന്ന് നൽകട്ടെ. അതെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിശാചിൻ്റെ തന്ത്രങ്ങൾ കാണുന്ന ആ നിമിഷം തന്നെ അദൃശ്യനായ ഒരു ശത്രുവുമായുള്ള യുദ്ധം അത് മനസ്സിലാക്കി ജഡരക്തങ്ങളോട് പോരാടാതെ കൃപയിൽ ആശ്രയിച്ച് വിജയം വരിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിജയം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കിയാൽ സ്തോത്രം. കാൽവറിയിൽ അങ്ങ് ജയിച്ചിരിക്കിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ വിജയം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിൽ, ബിസിനസ്സിൽ, ശുശ്രൂഷയിൽ, സഭയിലെല്ലാം ജയിക്കുവാൻ തക്കവണ്ണം, ഘോഷിക്കുവാൻ തക്കവണ്ണം ജയം അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും മേൽ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും കരുണയും ദയയും പകരണമേ. ഒടുവിൽ കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബഹുമാനവും പുകഴ്ചയും ആരാധനയും സ്തുതിയും യേശുവിന് അർപ്പിക്കും. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.